അമ്മേ, അത് ഞാൻ. വേണ്ട, ഇവന്മാർക്കൊന്നും വേണ്ടെങ്കിൽ നിനക്കും വേണ്ട. താങ്ക്സ് അമ്മേ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും പെണ്ണ് കിട്ടിയാലേ ഈ വരുന്ന പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കും. അമ്മയ്ക്ക് എന്നും ഞങ്ങൾ 5 പേരും ഒന്നിച്ച് കൂടെ ഉണ്ടാവുന്നല്ലേ നല്ലത്. ഈ നാട്ടിലെ സകല പെണ്ണുങ്ങൾക്കും എന്നോട് അസൂയായിരുന്നു. ആൺമക്കൾ 5 അല്ലേ? ഇങ്ങനെ 5 പോഴന്മാരെ കിട്ടിയ എന്റെ അവസ്ഥ അവർക്ക് ആർക്കെങ്കിലും മനസ്സിലാവൂ? അടുക്കളയിൽ ഒരു സഹായത്തിന് പോലും എനിക്കൊരാളെ വിധിച്ചിട്ടില്ല. അതിനൊരു വഴിയുണ്ടമ്മേ. കാരണം കല്യാണം കഴിക്കട്ടെ. അത് കൊള്ളാം. കരുണനാവുമ്പോ വെറും ഡ്രൈവർ അല്ലേ, ഞങ്ങളെ പോലെ ലക്ഷ്യങ്ങളൊന്നുമില്ലല്ലോ. യെസ്, കരുണൻ ഇവിടെ താമസിക്കുമ്പോ കരുണന്റെ ഭാര്യയും ഇവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത്? അമ്മയുടെ സഹായത്തിന്. ശത്രുക്കൾക്ക് പോലും ദൈവം ഇങ്ങനൊരു വിധി കൊടുക്കരുത്. 5 എണ്ണം. ഇനി ഒരുത്തന് ഒരു കാര്യം പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. കാരണം അമ്മയെ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കണം. ഇനി എന്തു പറയാൻ? കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ കഴുത്ത് പിടിച്ച് ഞരിച്ച് കൊന്നു കളയാൻ പറയാമായിരുന്നു. ഇനി അതും പറ്റില്ലല്ലോ. ദേ, അമ്മ നിർബന്ധിക്കും. ഒരാൾ തീരുമാനം മാറ്റിയ നമ്മൾ അപകടത്തിലാവും. അത് മറക്കണ്ട. കല്യാണി, കല്യാണി, വന്നേ. എന്താ? കല്യാണി ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തിന്? ഒന്ന് വാ. വേണ്ട ടീച്ചായ, ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. കാര്യം എന്റെ ഭർത്താവ് മരിച്ചു, എന്നാൽ ഇന്ന് വരെ ഞാൻ വഴിയൊന്നും തെറ്റിയിട്ടില്ല. എന്റെ കല്യാണി അതിലൊന്നുമല്ല. പിന്നെ വേണ്ട, വന്നപ്പോ തന്നെ ഇട്ടിച്ചന്റെ നോട്ടം ഞാൻ ശ്രദ്ധിച്ചതാ. ആർക്കായാലും അങ്ങനെയൊക്കെ നോക്കണമെന്ന് തോന്നി പോകും. ഈ സൗന്ദര്യം എനിക്കൊരു ശാപാണ് ടീച്ച. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മേരിയെ കുറിച്ചൊരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അയ്യേ, ആ കുഞ്ഞെണിക്ക് മുമ്പ് നീ ഇങ്ങി വന്നേ. എന്താ? അതെ, മേരിക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എനിക്കും തോന്നി. ഒരിക്കൽ വേലി ചാടിയവരെ പിന്നെയും ചാടും. കറവക്കാരനായിട്ടാണോ? സാധാരണ അങ്ങനെ പതിവ്. അതല്ല, അവൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. ഭ്രാന്താ എന്നും പറയാം. സ്നേഹം കാണിച്ചു നിൽക്കുമ്പോ തന്നെ പൊട്ടിത്തെറിക്കും. ചിലപ്പോ കൊല്ലാൻ വരെ വരും. അയ്യോ, ഞാൻ ജീവൻ പണയം വെച്ചാ ഇവിടെ കഴിയുന്നത്. പാവം. കല്യാണിയും മോളും രാവിലെ തന്നെ ഇവിടുന്ന് പോയിക്കോ. നിങ്ങൾക്കൊരാപത്ത് വന്നാ എനിക്ക് സഹിക്കുകയില്ല. സാരല്ലേ ടീച്ച, എന്റെ ചേച്ചിയല്ലേ. അസുഖം വരുമ്പോഴല്ലേ ഒരു കൂട്ട് വേണം. അയ്യോ കല്യാണി, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ടീച്ചനൊന്നും പറയണ്ട, ഞാൻ കൂടെ ഉണ്ടാവും സത്യമായിട്ടും.
കല്യാണി ഞാൻ പറഞ്ഞതേ അത് പാതിരാ നേരത്തെ ഇങ്ങേരടുത്ത് നിനക്കെന്താണ് ഈ കാര്യം? എന്നെ ഇട്ടിച്ചും വിളിച്ചതാ. എന്തിന്? ആ ഓ എന്റെ പൊന്നു മനുഷ്യ, എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയല്ലോ. എന്ത് തോന്നിയെന്നാ? ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. ഇവളുടെ തടിയും പൊക്കവും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എടി മേരി, ഇട്ടിച്ച ദേഷ്യപ്പെടല്ലേ? ഭ്രാന്തുള്ളവരോട് ദേഷ്യപ്പെട്ട അവരുടെ ദേഷ്യം ഓ എന്റെ ഈശോയേ. ആർക്കാടി ഭ്രാന്ത്? ചേച്ചിക്ക് ഇട്ടിച്ചം പറഞ്ഞല്ലോ. അത് ശരി. അപ്പൊ അങ്ങനെയാ നിങ്ങൾ ഇവിടെ വലയ വീഴ്ത്തിയല്ലേ? അയ്യോ, മേരി. സത്യം പറ, നിങ്ങൾ നശിച്ചു. അയ്യോ, അതിനൊക്കെ കുറച്ച് സമയം വേണ്ടേ മേരി ചേച്ചി? ഞങ്ങളിപ്പോ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. നീ മിണ്ടരുത്. ഇന്ന് പരിചയപ്പെട്ട ഒരാള് രാത്രി വന്ന് വിളിക്കുമ്പോഴേക്കും വാതിൽ തുറന്നു കൊടുക്കുന്നവളാണ് നീയെങ്കിൽ നിന്റെ സ്വഭാവം നീ വിശദീകരിക്കണ്ട. നാളെ നേരം വെളുത്താൽ അമ്മയും മോളും ഇറങ്ങിക്കൊണ്ട് വിടുന്നു. അല്ല ഞാൻ വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ദേ, അല്ലെങ്കിലേ തലയ്ക്ക് സുഖമില്ലാത്ത നിങ്ങളുടെ കൂടെ ആരാ നിക്കണേ? ദേ, ഈ മനുഷ്യനൊരു പെങ്കൊന്നിനായതുകൊണ്ടേ നിങ്ങളുടെ അഭ്യാസമൊക്കെ ഇങ്ങേരെ അടുത്ത് നടക്കും. ദേ, കല്യാണിയോട് കളിച്ചാലുണ്ടല്ലോ, കല്യാണി കളി പഠിപ്പിക്കും. ഈ നാട്ടിൽ തന്നെ കല്യാണി ജീവിക്കുന്നതേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കല്യാണി, ഇട്ടിച്ചിനോർത്ത് എനിക്ക് സങ്കടമുണ്ട്. ഇട്ടിച്ച, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ മനുഷ്യ. മേരി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അങ്ങനല്ല കാര്യങ്ങള്. മേരി, ഞാൻ പറയട്ടെ ഒന്ന്. അമ്മ ശരിക്കും ഇറങ്ങി വന്നതാണോ? അതേടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അപ്പോ ഇട്ടിച്ചനെ ഓർത്ത് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞതോ? ഒറ്റ കുത്തുവെച്ചരും ഞാൻ. നാളെ രാവിലെ ഇറങ്ങാം തെണ്ടാൻ. എവിടേക്കാ? അതൊക്കെ അവരുടെ മനസ്സിലിരിക്കുകയുള്ളൂ. ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകില്ല. നീ നോക്കിക്കോ. ഈ നസ്രാണിച്ചിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും.